ஆராதன செய்யா இந்த இதயம் தந்தீரே, ஆராதன செய்யா இந்த ஜீவன் தந்தீரே, ஆராதன செய்யா இந்த நெஞ்சம் தந்தீரே, ആരാധന ചെയ്യാ இந்த വിടുതலை തന്തീരേ. ഹല്ലേലൂയ. ഈ പാട്ട് ഇറങ്ങിയാൽ നിങ്ങൾ പറയണം, ഈ തമിഴ് അച്ഛൻ എഴുതിയത് എവിടെ വെച്ചാ? എവിടെ വെച്ചാണ്? ഹല്ലേലൂയ. ഇതിനി ഉണ്ടായിരിക്കാൻ വഴക്ക് പറയരുത് കേട്ടോ. ഇതിലെന്ത് വേണേലും മാറ്റങ്ങളുണ്ടാവും. ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊരു അത്ഭുതകരമായ ഒരു യാത്രയാണ്. പക്ഷെ എനിക്കറിയാം ഇതൊക്കെ നമ്മൾ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ കഴിവ് എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. കഴിവ് ഒരു ക്യാരിസമായി മാറുന്നതാണ് വലുത്. ഈ കഴിവ് ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലുത്. പിടികിട്ടിയോ? നമുക്ക് കഴിവുണ്ടായിട്ട് കാര്യമില്ല. കഴിവ് പെർഫോം ചെയ്യാൻ പറ്റും. മറ്റുള്ളവരെ സുഖപ്പെടുത്താൻ കഴിവിന് പറ്റില്ല. എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ അത് കർത്താവിന് കൊടുക്കുമ്പോൾ അത് ക്യാരിസമാവും. അപ്പം അങ്ങനെയുള്ളവർ പാടുമ്പോൾ ഹൃദയത്തിൽ വന്ന് അതിങ്ങനെ ക്ലീൻ ചെയ്യും. മനസ്സിൻ്റെ പല ഇടങ്ങളെയും അത് സുഖപ്പെടുത്തും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ക്രൂശിതനെ ഉദ്ധിതനെ എന്ന പാട്ട് നജീം അർഷാദ് പാടി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ എന്തിനാണ് ഈ ഉടുപ്പൊക്കെ ഇട്ട് നടക്കുന്നത്? അച്ഛന് വേണ്ടി ഈ സിനിമയിൽ പാട്ടൊക്കെ ചെയ്യാൻ പറ്റും. അച്ഛൻ്റെ കമ്പോസിങ്ങിന് ഒരു സിനിമാറ്റിക് ടച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നജീമിനോട് പറഞ്ഞു, നജീമേ, ഞാൻ ഈ ഉടുപ്പ് ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ പാട്ട് വരുന്നത്, ഇനി ഇത് ഊരിയാലോ എന്ന് പറഞ്ഞാൽ അതാണ് വലിയൊരു സത്യം. അതായത് ഇപ്പം എനിക്കറിയാം, എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ പൗരോഹിത്യമാണ്, പാട്ടല്ല. നാളെ പൗരോഹിത്യത്തിന് കേടുപറ്റുമെന്ന് കണ്ട ഞാൻ പാട്ട് നിർത്തും. അതാണ് ജീവിതത്തിൽ ദൈവം നമ്മളെ നിർത്തേണ്ട സ്ഥലത്ത് നമ്മൾ നിൽക്കണം, അല്ലാണ്ട് കാര്യമില്ല. നമുക്ക് അപ്പോഴാണ് നമ്മളിങ്ങനെ പുഷ്പിക്കുന്നത്. അല്ലാതെ നമുക്ക് കാര്യമായിട്ടൊന്നും വലിയ കഥയില്ലെന്ന് നമ്മൾ ഓർക്കണം. ഉറക്കെ പറ ഹല്ലേലൂയ. എൻ്റെ പാട്ടുകളെല്ലാം എൻ്റെ പൗരോഹിത്യത്തിൻ്റെ പ്രകാശമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇറ്റ്സ് എ ലൈറ്റ് ഓഫ് മൈ പ്രീസ്റ്റ്ഹുഡ്. ഞാൻ അച്ഛനായതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഈ കൃപകൾ ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റണമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഒരു ഈ വിളിയിലേക്ക് വന്നില്ലെങ്കിൽ ഒരു പാട്ട് പോലും ഞാൻ എഴുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പാടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ഈ സെമിനാരി പഠിക്കുമ്പോൾ എന്നേക്കാളും കഴിവുള്ളവരവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്തുകൊണ്ടാണ് നീ എന്നോട് ഇത്രയും കരുണ കാണിച്ചത്? അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ എന്നും ഈശോയോട് പറയായിരുന്നു, ഈശോയെ, എൻ്റെ കഴിവ് നിനക്കുള്ളതാണ്. എല്ലാ ദിവസവും പറയും, എൻ്റെ കൈകൾ നിനക്ക്, എൻ്റെ ശബ്ദം നിനക്ക്, എൻ്റെ ജീവിതം നിനക്ക് എന്നിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു. അത് ഈശോ സീരിയസ് ആയിട്ട് എടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്ക് 5 അപ്പം 2 മീനും മതി. നമ്മുടെ കയ്യിലിരുന്നാൽ നമുക്ക് പോലും തികയില്ല. ഈ 5 അപ്പവും മീനും കർത്താവിൻ്റെ കയ്യിലിരുന്നാൽ നമുക്കെന്നല്ല, അത് എല്ലാവർക്കുമാണ്. 12 കുട്ട നിറയെ ബാക്കി വരും, തലമുറകൾക്കാണ്. ഹല്ലേലൂയ. അവിടെയാണ് ഒരു വ്യക്തി ജീവിതം ദൈവത്തിന് ഏൽപ്പിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത്. ഇവിടെയാണ്. ഇത് ചുമ്മാ ഒരു ക്ലീശയായിട്ട് നിങ്ങൾ വിശ്വാസത്തെ കാണരുത്. ഇങ്ങനെ കുറേ അങ്ങനെയൊന്നുമല്ല. ഇതൊരു ഭയങ്കര ബിസിനസ്സാണ്, ഒരു ബിസിനസ് ഡീലാണത്. നമ്മുടെ കയ്യിലിരുന്നാൽ 5 അപ്പവും 2 മീനും നമുക്ക് പോലും തികയില്ല. അത് കർത്താവിന് കൊടുത്താൽ കാണുന്ന എല്ലാവർക്കും എന്നല്ല, തലമുറകൾക്ക് പോലും ബാക്കി വയ്ക്കാൻ പറ്റും. അവിടെയാണ് ജീവിതം കർത്താവിന് കൊടുക്കാൻ പറ്റണം. അവിടെയാണ് തിന്മ, പിശാച് നമ്മളെ പറ്റിക്കും. ഇത്രയും കൊടുക്കണ്ട, ഇത്രയും സറണ്ടർ ചെയ്യണ്ട, കുറച്ചൊക്കെ മതി, കുറച്ച്, അങ്ങനെ വേണ്ട. എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം ഇതാണ്, കർത്താവിന് പൂർണ്ണമായിട്ടും കൊടുക്കണം. അതാണ്. ഈ ചില കാർ പോർച്ച് കണ്ടിട്ടുണ്ടോ? നമ്മുടെ കാറിൻ്റെ കറക്റ്റ് വലുപ്പമാണ് കാർ പോർച്ചിന്. അവിടെ 2 ചാക്കിരുന്നാൽ മതി, വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു സൈക്കിൾ ഇരുന്നാൽ മതി, പാർക്ക് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് കർത്താവിനിരിക്കാനുള്ള കൃത്യം വലിപ്പമാണ്. നിങ്ങളവിടെ ഭർത്താവിനെ പോലും കൂടുതൽ കയറ്റിയിരുത്തിയാൽ പറ്റില്ല, സ്ഥലം പോവും. ഒരു ചേച്ചി പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിനെ ദൈവം പോലെ കണ്ടു. ആര് പറഞ്ഞു കാണാൻ? ഭർത്താവ്, ഇത് കർത്താവ്. ഭാര്യയെ ദൈവം പോലെ ഒന്നും കാണരുത്, ആ സ്ഥാനം കർത്താവിനുള്ളതാണ്. ഭാര്യ, മക്കൾ ആരുണ്ടെങ്കിലും നിങ്ങൾ നോക്കിക്കോ,
നിങ്ങൾ അമിതമായിട്ട് എന്തെങ്കിലുമൊക്കെ സ്നേഹിച്ചാൽ അവിടെ നിന്ന് തന്നെ തൊഴി കിട്ടും. കിട്ടിയിട്ടില്ലേ പലപ്പോഴും? നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും, അവിടെ നിന്നൊരു തിരിച്ചടി വരും. അപ്പോൾ വേദനിക്കില്ലേ? അപ്പോൾ കർത്താവ് പറയും, കിട്ടിയല്ലേ, വേദനിച്ചല്ലേ, ശരി, നിന്നെപ്പറ്റി എനിക്കുള്ള വേദന ഇത് തന്നെയാണ്. മനസ്സിലായില്ലേ? അതാണ്. ഹല്ലേലൂയ. വളരെ പരിചയമുള്ള ഒരാൾ നമ്മളെ കാണുമ്പോൾ നൈസായിട്ട് മാറി നടന്നാൽ എങ്ങനെ ഉണ്ടാവും? എത്ര മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ അയക്കണില്ല, മൈൻഡ് ചെയ്യണില്ല. വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാൾ നൈസായിട്ട് ഒഴിവാക്കി. ചങ്ക് പിടയില്ലേ? ഈ കർത്താവിന് അതേ സങ്കടമുണ്ട്. നമ്മൾ മാറി നടക്കുമ്പോഴേ, മൈൻഡ് ചെയ്യാതിരിക്കുമ്പോഴേ, നോക്കാതിരിക്കുമ്പോഴേ അതേ സങ്കടമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ എഴുതിയത്, ഞാൻ ഓർക്കാത്തൊരു നേരം, ഞാൻ മിണ്ടാത്തൊരു നേരം, നിൻ ഹൃദയം ഏറെ തളർന്നോ. ഹല്ലേലൂയ. ഇത് 2016 ചിക്കൻ ബോക്സ് പിടിച്ച് കിടന്നപ്പോൾ എഴുതിയ പാട്ടാണ്. ഇപ്പൊ കർത്താവ് നമ്മളെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്, കർത്താവിന് നമ്മുടെ സമ്പത്ത്, ജോലി, വീട് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക, സമയം കൊടുക്കുക. കർത്താവ് നമ്മൾ അത്ഭുതകരമായിട്ട് നയിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ് വെറുതെയല്ല. ഈ അടുത്ത കാലത്ത് സിനിമാ മേഖലയിലെ കുറേ ആളുകൾ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഇവരുമായിട്ട് എപ്പോഴും ഇങ്ങനെ സംസാരിക്കും. എൻ്റെ കാര്യം എന്താണെന്ന് ഇത്രേ ഉള്ളൂ, പല സിനിമയുടെ സ്ക്രിപ്റ്റ് ചിലരെന്നെ കാണിക്കാറുണ്ട്. ഈ സ്ക്രിപ്റ്റിൽ നമുക്കൊരു സുവിശേഷം പതുക്കെ എഴുതാം, ശരിയല്ലേ? ആ സ്ക്രിപ്റ്റ് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഞാൻ ഈ അടുത്ത കാലത്ത് ചിന്തിക്കുന്ന ഒരു മിനിസ്ട്രി പുതിയത് അതാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ല സിനിമ പിടിക്കണമെന്ന്. നമ്മൾ ഈശോയ്ക്ക് ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ലൊക്കിലൊടുക്ക് പരിപാടി കാണിക്കരുത്. ഞാൻ എൻ്റെ പാട്ടുകൾ കമ്പോസ് ചെയ്യുമ്പോൾ ദ ബെസ്റ്റ്, എൻ്റെ പാട്ടിൻ്റെ പ്രോഗ്രാം ചെയ്യുന്ന എല്ലാം സിനിമയിൽ ചെയ്യുന്നവർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. സാധാരണ ഭക്തിഗാനാണോ? നമുക്കൊരു തട്ടിക്കൂട്ട് ചെയ്തേക്കാം. എത്ര ചെയ്യണം? അപ്പോൾ ചിലർ പറയും, അച്ഛാ ഇത് ഇങ്ങനെയാവും. ഞാൻ പറയും, ഇങ്ങനെ വേണം. അച്ഛാ ഇതിന് ഇങ്ങനെയാവും. അങ്ങനെ വേണം. ഒരു സിനിമാ പാട്ടിനിടയിൽ ഞാൻ ഓർക്കും, നമ്മുടെ ഒരു ഭക്തിഗാനം പ്ലേ ചെയ്യുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സിനിമാ പാട്ട് കേൾക്കുന്നത് പോലെ തന്നെ അതേ ക്വാളിറ്റിയിൽ എല്ലാവരും ഈശോയെ കേൾക്കണം. നമ്മൾ മറ്റെല്ലാ സ്റ്റേജ് ഷോയ്ക്കും വൻ സന്നാഹങ്ങളാണ്, നമ്മുടെ പരിപാടികൾക്ക് തട്ടി കുട്ടിയുള്ള പരിപാടികളാണ്. ഇപ്പോൾ ഞാൻ നാട്ടിൽ നടത്തുന്ന റിട്രീറ്റുകളെല്ലാം വിത്ത് ലൈറ്റ് ആൻഡ് സൗണ്ടാണ്. നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്ത യൂട്യൂബ് നോക്കി അറിയാം. വിത്ത് ഫുൾ മ്യൂസിക്കൽ ബാൻഡാണ്. ഫുൾ. എൻ്റെ ലൈറ്റ് എൻജിനീയർ ശ്രേയ ഘോഷാലിൻ്റെ ഷോ ചെയ്യുന്ന ആളാണ്. അവനൊരു പ്രോഗ്രാമിന് വന്നിട്ട് അവൻ അത് പെട്ടുപോയതാണ്. അവൻ എൻ്റെ കൂടെയുള്ള എല്ലാവരും അങ്ങനെ പെട്ടുപോയി. അവർക്ക് പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റണില്ല. പലരും അങ്ങനെയുള്ള ഫീൽഡിൽ നിൽക്കുന്നവരാണ്. ഞാൻ ഈ പറഞ്ഞിത്രയേ ഉള്ളൂ, കർത്താവിന് ദ ബെസ്റ്റ് കൊടുക്കുക, ദ ബെസ്റ്റ്. കർത്താവ് പിന്നെ അവിടെ നിന്നൊരു വലിയ കാര്യം ചെയ്യും. ഉറക്കെ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എനിക്ക് പേഴ്സണലി ഞാൻ വലിയൊരു ട്രെയിൻഡ് മ്യൂസിഷ്യൻ അല്ല എന്ന് എനിക്കറിയാം. ഞാൻ ഭയങ്കര കീബോർഡിസ്റ്റും അല്ല. പക്ഷെ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്തായി, ഞാൻ കർത്താവിൻ്റെ കീബോർഡിസ്റ്റായി. അപ്പോൾ അൽഫോൻസാമെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ച റോമിൽ മലയാളം പാട്ട് പാടിയപ്പോൾ എന്നെയാണ് കർത്താവ് കീബോർഡ് വായിക്കാൻ ഏൽപ്പിച്ചത്, ബെനഡിക്ട് പാപ്പയുടെ അടുത്ത് നിന്ന്. കർത്താവിൻ്റെ കീബോർഡിസ്റ്റ് അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. മറിയം ത്രേസ്യാമെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ആ കൊയർ കണ്ടക്ട് ചെയ്തതും അന്ന് പാടിയ 2 മലയാളം പാട്ട് കമ്പോസ് ചെയ്യാനും കർത്താവിനെ വിളിച്ചു. കാരണം എൻ്റെ കഴിവല്ല, ഞാൻ കർത്താവിൻ്റെ മ്യൂസിഷ്യൻ ആയതുകൊണ്ടാണ്. ഹല്ലേലൂയ. കർത്താവ് നോക്കിയപ്പോൾ അവിടെ ഒരുപാട് മ്യൂസിഷ്യൻസ് ഓടി നടക്കുന്നുണ്ട്. പക്ഷെ പുള്ളിയായിട്ട് നമ്മൾ ഒരു ടൈപ്പ്, ഒരു കോൺട്രാക്റ്റ് ഉള്ളതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തെന്ന് ഇവനെ ഏൽപ്പിച്ചേക്കാന്ന് ഓർത്തു. ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, നമുക്ക് കഴിവുണ്ടായതുകൊണ്ട് കാര്യമില്ല, കർത്താവിന് ഈ കോൺട്രാക്റ്റ് ഏൽപ്പിക്കണം. ഞാൻ കുട്ടികൾക്ക് കുറേ ആക്ഷൻ സോങ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒരു കാലത്ത് 5 കൊല്ലം എഴുതിയിട്ടുണ്ട്. രാവിലെ ഉണരും നേരം കുരിശു വരയ്ക്ക്, അങ്ങനെ പാട്ടുണ്ട്. അതിനകത്തൊരു ഹിന്ദി പാട്ടുണ്ട്. എനിക്ക് ഹിന്ദി അറിയില്ലെങ്കിലും ഹിന്ദി പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയുണ്ട്. അതിലൊരു വരിയാണ്, 0 0 0 മേം തും 0 ഹീറോ 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 യേശു മേരാ ഹീറോ 0 के पहले 1 आएम तो 0 ही हेम हीरो 0 ही हेम हीरो
സീറോയ്ക്ക് എന്തെങ്കിലും പവറുണ്ടോ? ഇല്ല. സീറോയ്ക്ക് അതിൽ തന്നെ ഒരു പവറും ഇല്ല. സീറോയുടെ കൂടെ ഒരു അക്കം വരുമ്പോൾ പവർ മാറി. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പം നമ്മളെല്ലാവരും ബേസിക്കലി നമ്മൾ സീറോയാണ്. നമുക്കൊന്നും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും സ്വന്തമായിട്ട് ബലമില്ലാത്തവരാണ്. ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ദൈവം സഹായിച്ചാൽ എഴുന്നേറ്റെന്ന് പറയാൻ പറ്റുള്ളൂ. ദൈവം പിടിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലേ? ഒരാളെ വെറുതെ ചാരി ഇരുത്തി അങ്ങനെ ഇരിക്കില്ല, മറിഞ്ഞു വീഴും. ദൈവം നമ്മളെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് പോലും ദൈവം ഇപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടല്ലേ ഈ ശരീരത്തിൽ. നിങ്ങൾ എന്നെ കാണുന്നത് എന്തെല്ലാം കാര്യം ദൈവം നമുക്ക് വേണ്ടി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. കർത്താവിന് കൊടുക്കുന്നതിൽ പേടിക്കേണ്ട കാര്യമില്ല. കൊടുക്കുമ്പോൾ ബെസ്റ്റ് കൊടുക്കണം, ബെസ്റ്റ്. അവർക്ക് പറ ഹല്ലേലൂയ. ഒന്ന് വലതുകര ഉയർത്തി പിടിക്കാമോ? ഒന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സൗകര്യപ്പെട്ടാൽ എന്തെങ്കിലും കൊടുക്കുന്ന ഒരാളാണോ കർത്താവ്? സൗകര്യപ്പെട്ടാൽ പ്രാർത്ഥിക്കും, സൗകര്യപ്പെട്ടാൽ പള്ളിയിൽ പോകും, സൗകര്യപ്പെടുന്നത് മാത്രം കൊടുക്കും, എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കൊടുക്കും. നോ, ഫസ്റ്റ് പ്രയോറിറ്റിയിൽ കർത്താവ് വരണം. എൻ്റെ ബെസ്റ്റ് കർത്താവെ നിനക്ക് ഞാൻ തരുമെന്ന് പറയണം. അതെൻ്റെ പണമാണേലും, എൻ്റെ ജോലിയാണേലും, എൻ്റെ സമയമാണേലും, എൻ്റെ കഴിവാണേലും കർത്താവിനെ അങ്ങനെ മഹത്വപ്പെടുത്തണം. ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ അടുത്ത് ചിന്തിച്ചൊരു കാര്യം, സ്വന്തം എന്നൊരു വാക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. സ്വന്തം, അതായത് എൻ്റെ അപ്പച്ചന് 79 വയസ്സുണ്ട്. അപ്പോൾ ഒരു 70 വയസ്സിന് മൂത്ത ആളുകളെ കാണുമ്പോഴെല്ലാം ഞാൻ എൻ്റെ അപ്പച്ചനായിട്ട് കാണും. എനിക്കപ്പോൾ അവരോട് ഭയങ്കര സ്നേഹം തോന്നും. കാരണം എൻ്റെ അപ്പച്ചൻ എന്നും തോന്നും എനിക്ക്. അവരോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം, സ്നേഹം തോന്നും. എനിക്കൊരു സിസിയമ്മയുണ്ട്. സിസിയമ്മ ഞാൻ അമ്മയെപ്പോലെ കാണുന്ന ഒരാളാണ്. അപ്പം എൻ്റെ അമ്മച്ചി എനിക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം എനിക്ക് എൻ്റെ ഒരു അമ്മയെപ്പോലെ ഈശോ തന്ന ഒരാളാണ് സിസിയമ്മ. കൊല്ലത്തൊരു വീട്ടിൽ എപ്പോഴും കിടപ്പാണ്. പക്ഷേ എൻ്റെ അമ്മച്ചി ജീവിച്ചിരുന്നാൽ എന്നെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു അമ്മയാണത്. റോമ 8:28 അതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. പരിണാമമാണ്. ഞാൻ അതിനൊരു 10-12 വർഷം വെയിറ്റ് ചെയ്തു. 12 കൊല്ലം ഒറ്റയ്ക്ക് നടന്നു, വളരെ വിഷമിച്ചു. പക്ഷെ 12, 13, 14 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരമ്മയെ ഈശോ എനിക്ക് തന്നു. ഒരു കാര്യം കറക്റ്റാണ്, നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവിന് തിരിച്ചു തരാൻ പറ്റും. പക്ഷെ നഷ്ടപ്പെട്ട അത് തന്നെ തിരിച്ചു തരാൻ പറ്റില്ല, അതിനേക്കാൾ നല്ലതേ തിരിച്ചു തരാൻ പറ്റൂ. ഹല്ലേലൂയ. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് കർത്താവിന് അത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റില്ല, അതിനേക്കാളും നല്ലത് മാത്രമേ തിരിച്ചു തരാൻ പറ്റൂ. ഉറപ്പാണ്. ഹല്ലേലൂയ. നമ്മൾ പാട്ടിൽ പാടില്ലേ, മെഴി നനയുന്നേരം എന്ന് പറഞ്ഞൊരു പാട്ട്. കാണുമോ എൻ്റെ ഹൃത്തടം, നുകരുമോ എൻ്റെ സ്നേഹവും. അത് ഞാൻ എഴുതാനൊരു കാരണമുണ്ട്. നമുക്ക് തിരിച്ചു വരാട്ടോ. അതായത് ഓരോന്നോർക്കും. ഇറ്റലിയിലൊരു ധ്യാനത്തിന് പോയി. അവിടെ പാട്ട് പാടാൻ പോയിട്ട് തിരിച്ചു വന്നു. അച്ഛനായിട്ടാണ്. ഞാൻ അവിടെ പഠിക്കാൻ വന്ന സമയത്താണ്. തിരിച്ച് റോമ തെർമിനി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എൻ്റെ ഹൗസിലേക്ക് നടന്നു പോണ സമയത്ത് ഒരു വലിയ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ എൻ്റെ കോട്ട് ട്രെയിനിൽ വെച്ച് മറന്നുപോയി. ഞാൻ കോളേജിലെത്തി എൻ്റെ കൂടെ പഠിക്കുന്ന അച്ഛന്മാരോട് പറഞ്ഞു, എൻ്റെ കോട്ട് ട്രെയിനിൽ വെച്ച് പോയി. അപ്പം അച്ഛന്മാർ ചെല്ലു, പോയോ? ആ പോയി. ആ പോയല്ലേ? ആ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ടോ? ആ. എനിക്ക് അന്ന് മനസ്സിലായി, നമ്മൾ ഈ സങ്കടം പോയി എല്ലാവരോടും പറയരുത്. ആ പോയി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉള്ള ഇത് കൂടും. അച്ഛന്മാരാണ് പോലെ, അച്ഛന്മാർ ഇങ്ങനെയാണോ പെരുമാറുന്നത്? അപ്പോൾ എനിക്ക് അവരുടെ ചോദ്യം, ആ മൂളൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ ഒന്നും പറയണ്ടായി. നമ്മുടെ അല്ലേ പോയി, നമുക്ക് ഒറ്റയ്ക്ക് സഹിക്കുക അല്ലേ. പിന്നീട് ഒരു ദിവസം ആ റോം ഇടവകയിലെ ഒരു കൈക്കാരൻ, ഒരു ജോമോൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ജോമോൻ ചേട്ടനോട് വണ്ടിയിൽ പോണ സമയത്ത് പറഞ്ഞു, ജോമോൻ ചേട്ടാ എൻ്റെ കോട്ട് ട്രെയിനിൽ വെച്ച് പോയി എന്ന് പറഞ്ഞു. പക്ഷെ ജോമോൻ ചേട്ടൻ പറഞ്ഞത് വേറൊരു ഉത്തരമാണ്. അച്ഛാ, ഈ ലോസ്റ്റ് ഫൗണ്ട് എന്ന് പറഞ്ഞൊരു ഓഫീസുണ്ട്, അത് ടെർമിനൽ ഇന്ന വഴിയിൽ ഇന്ന ഓഫീസ്, ഇതാണ് അഡ്രസ്സ്.
അവിടെ ചെന്നാൽ അച്ഛൻ്റെ കയ്യിലെ ട്രെയിൻ ടിക്കറ്റിന് ഒരു കഷ്ണം മതി, അച്ഛന് സാധനം കിട്ടുമെന്ന് പറഞ്ഞു. ദാറ്റ് വാസ് എ വെരി ഗുഡ് ഇൻഫർമേഷൻ. ഞാൻ എൻ്റെ കയ്യിൽ പകുതിയല്ല, ടിക്കറ്റ് ഫുള്ളുണ്ട്. ഞാൻ ഈ ടിക്കറ്റുമായിട്ട് നേരെ അവിടെ ചെന്നപ്പോൾ വലിയൊരു ഓഫീസാണ്, അവിടെ വലിയ റൂമാണ്. അവിടെ ഇങ്ങനെ ഓരോ ഷെൽഫിൽ ഇങ്ങനെ ട്രെയിനിൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഈ ഓഫീസർ പറഞ്ഞു, പലർക്കും ഇത് നഷ്ടപ്പെട്ടത് എവിടെ കിട്ടണമെന്ന് അറിയില്ല ചാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ടിക്കറ്റ് കൊടുത്തു, എനിക്ക് ഈ കോട്ട് കിട്ടി. അപ്പം ഞാൻ പിന്നീട് എനിക്ക് ഇത് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ പിന്നീട് ഞാൻ കോളേജിൽ എത്തിയിട്ട് അച്ഛനോട് ചോദിച്ചു, നിങ്ങളുടെ കോട്ട് പോയിട്ടുണ്ടോ, എന്തെങ്കിലും പോയിട്ടുണ്ടോ ട്രെയിനിൽ? പിന്നീട് 2-3 ആഴ്ച പ്രസംഗത്തിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു, നിങ്ങളുടെ എന്തെങ്കിലും ട്രെയിനിൽ പോയിട്ടുണ്ടോ? ചേച്ചിയുടെ വല്ലതും പോയിട്ടുണ്ടോ? ചേട്ടൻ? കാരണം എന്താണ്, ഇത് തിരിച്ചു കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു വിശ്വാസിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഹോപ്പ് ഇതാണ്, എല്ലാം തിരിച്ചു കിട്ടും. ഉറക്കെ പറ ഹല്ലേലൂയ. ഈ പള്ളിയിലിരിക്കുന്ന എല്ലാവരോടും ഈശോയുടെ നാമത്തിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ പറയാം, നഷ്ടപ്പെട്ടത് എല്ലാം തിരിച്ചു കിട്ടും. അതിനേക്കാളും ക്വാളിറ്റിയിൽ തിരിച്ചു കിട്ടും.